ഹലോ ഓൾ, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് MSW002 പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സ് ആണ്. അതിലെ ബ്ലോക്ക് 1 എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ഇന്ത്യ, യൂണിറ്റ് 1 ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്സ് ആയിരിക്കും നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു യൂണിറ്റിനെ തന്നെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പാർട്ട് 1 ആയിരിക്കും. നമുക്ക് ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആദ്യം നോക്കാം. നമ്മൾ ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നത് വഴി ഇന്ത്യൻ സോഷ്യൽ വർക്ക് എങ്ങനെയാണ് എമേർജ് ചെയ്ത് വന്നത്, അതിന്റെ ഒറിജിൻ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ വർക്ക് എടുക്കുവാണെങ്കിൽ ഇൻ ഏൻഷ്യന്റ് ടൈം സ്റ്റേറ്റ്സിന്റെ ഭാഗത്തുനിന്ന് ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് ടു സ്റ്റാർട്ട് വെൽഫെയർ പ്രോഗ്രാംസ്. പല പല വെൽഫെയർ പ്രോഗ്രാംസുകളും തുടങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്ത് കാരണങ്ങൾ കൊണ്ടായിരിക്കാം സ്റ്റേറ്റിന് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വന്നത്, എന്തൊക്കെ നീഡ് കൊണ്ടായിരിക്കാം എന്ന് നമ്മൾ ഇവിടെ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് സർവീസുകളാണ് ഓരോ പീരീഡിലും, ലൈക്ക് ഏൻഷ്യൻ പീരീഡ് എടുത്താലും കൊളോണിയൽ പീരീഡ് എടുത്താലും അല്ലെങ്കിൽ മോഡേൺ പീരീഡ് എടുത്താലും ഏതൊക്കെ ടൈപ്പ് ഓഫ് സർവീസുകളാണ് ഡെലിവറി ചെയ്യുന്നത്, അതേപോലെ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ഡിഫറെന്റ് പ്രോഗ്രാംസുകൾ ഉണ്ട് ഇൻ ദ ഏരിയ ഓഫ് സോഷ്യൽ വർക്ക്. ഓക്കെ, അപ്പം അതെല്ലാം ആയിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അത് പാർട്ട് 1 ആൻഡ് ഞാൻ പറഞ്ഞ പാർട്ട് 2 ആൻഡ് പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്. സോ ആ രണ്ട് പാർട്ടിലൂടെ ആയിരിക്കും നമ്മൾ ഇത്രയും ഒബ്ജക്റ്റീവ്സ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ദെൻ കമ്മിങ് ടു ഇൻട്രൊഡക്ഷൻ. സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇറ്റ്സ് ആൻ ഏജ് ഓൾഡ് ഫിനോമിനൻ. വെസ്റ്റേൺ കൺട്രികളിൽ നിന്നാണ് ഈ ഒരു പ്രൊഫഷൻ റെക്കഗ്നൈസ് ചെയ്ത് വന്നതും അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നതും. ബട്ട് എന്നിരുന്നാൽ കൂടിയും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഈ ഒരു സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പ്രൊഫഷന്റെ ഒരു ബേസ് എപ്പോഴും ഒരു വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് വേറെ കൺട്രിയിൽ നിന്നും റെക്കഗ്നൈസ് ചെയ്തെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എപ്പോഴും അതിന്റെ ഒരു എന്ത് കാണും, ബേസ് കാണും. ഓക്കെ, ആൻഡ് നമുക്കറിയാം സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ പല പല പെർസ്പെക്റ്റീവിൽ നിന്നുമാണ് എമേർജ് ചെയ്ത് വന്നത്. ലൈക്ക് സോഷ്യൽ സർവീസ്, ചാരിറ്റി, റിഫോം, വെൽഫെയർ, അതേപോലുള്ള പല പല പെർസ്പെക്റ്റീവുകളിൽ നിന്നുമാണ് ഈ ഒരു പ്രൊഫഷൻ എമേർജ് ചെയ്ത് വന്നതെന്ന് അറിയാം. ആൻഡ് നൗ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ലോങ് വേ സോഷ്യൽ വർക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് ടു എംപവർമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. ഇപ്പോൾ നമ്മൾ കാണുന്ന സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആളുകളുടെ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും പറ്റുന്ന ഒരു പ്രൊഫഷൻ ആയിട്ട് തന്നെയാണ് സോഷ്യൽ വർക്ക് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇനിഷ്യേറ്റീവ്സ് ബൈ ലോക്കൽ റൂളേഴ്സ്, കിങ്സ്, ക്വീൻസ്, ലാൻഡ് ലോർഡ്സ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ ആണ്. അതിൽ നമ്മൾ പ്രീ വേദിക് പീരീഡിൽ നടന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രീ വേദിക് പീരീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ഇൻവെൻഷൻസ് നടന്ന ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഒരു ഏജ് ഓഫ് ഇൻവെൻഷൻസ് നടന്ന ഒരു കാലഘട്ടമാണ് പ്രീ വേദിക് പീരീഡ് എന്ന് പറയുന്നത്. അതേപോലെ ആ ഒരു കാലഘട്ടത്തില് മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതായിരുന്നു അവരുടെ സർവൈവലിന്റെ ഏറ്റവും വലിയൊരു ബേസിസ് എന്ന് പറയുന്നത്. ഈ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് വിത്ത് എൻവയോൺമെന്റ് ആയിരുന്നു. അല്ല, ഓക്കെ, ഒരു ഹ്യൂമൻ റിലേഷൻ വിത്ത് എൻവയോൺമെന്റ് ആണ് അവരുടെ ഒരു ബേസിസ് ഓഫ് സർവൈവൽ എന്ന് പറയുന്നത് ആ ഒരു പ്രീ വേദിക് പീരീഡില്. ആൻഡ് അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലും ലോ, കസ്റ്റം, അഗ്രികൾച്ചർ, റിലീജിയൻ, ഇതൊക്കെ ആര്യൻസ് ഇന്ത്യയിൽ മൈഗ്രേറ്റ് ചെയ്യുന്ന വരുന്നതിന് മുൻപേ തന്നെ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ എക്സിസ്റ്റഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആൻഡ് നമുക്കറിയാം ഈ ഒരു പ്രീ വേദിക് പീരീഡ് എടുക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ടൈം പീരീഡിലാണ് അർബനൈസേഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലുള്ള ഹൗസിന്റെ ഡിസൈൻസും പാറ്റേൺസും ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അവർ എത്രത്തോളം ആർക്കിടെക്ചറിലും അതേപോലെ അഡ്മിനിസ്ട്രേഷൻസിലും ഒക്കെ അഡ്വാൻസ്ഡ് ആയിരുന്നു എന്ന് നമുക്ക് ആ ഒരു ഹൗസിന്റെ ഡിസൈൻസും പാറ്റേൺസും ഒക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുമായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് തന്നെ അവർക്ക് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പബ്ലിക് സ്പേസും അതേപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഈ ഒരു പ്രീ വേദിക് പീരീഡിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ആർക്കിടെക്ചറിന്റെ ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു അർബനൈസേഷനിൽ മാത്രമല്ലായിരുന്നു അവർക്ക് എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുത്ത ഡിഗ്നിറ്റിയും റെസ്പെക്റ്റും ഒക്കെ ആ ഒരു സമയത്ത് എന്തായിരുന്നു ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു ഹൈ ലെവൽ ഓഫ് റെസ്പെക്റ്റും ഡിഗ്നിറ്റി ആയിരുന്നു അക്കാലത്തെ വുമണിന് അവിടുത്തെ ആളുകൾ കൊടുത്തിരുന്നത്. ആൻഡ് നോക്കുവാണെങ്കിൽ വുമണിന് മാത്രമല്ല ആനിമൽസിനെ അവർ എന്ത് ചെയ്തിരുന്നു, ഈക്വലി റെസ്പെക്ട് ചെയ്തിരുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് ലോർഡ് ശിവനെ അവർ ലോർഡ് ഓഫ് ആനിമൽസ് ആയിട്ടായിരുന്നു ഡെപ്പിക്ട് ചെയ്തിരുന്നത്. ഓക്കെ,
അപ്പോ നമുക്കറിയാം ഇപ്പം നമ്മളുടെ ഈ ഒരു സമൂഹത്തില് എത്രയൊക്കെ പറഞ്ഞാലും ജെൻഡർ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയ തോതിലെങ്കിലും ഉണ്ടല്ലേ. സോ ആ ഒരു കാലഘട്ടത്തിൽ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞു വുമന് ഒരു റെസ്പെക്ടും ഡിഗ്നിറ്റി ഒക്കെ കൊടുത്തിരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജെൻഡർ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അധികം ഇല്ലായിരുന്നു. അപ്പം അതൊക്കെ എടുത്തു പറയേണ്ട ഒരു പ്രീവേദിക് പീരീഡിൽ അവർ ചെയ്ത കാര്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ, ആൻഡ് നമുക്കിനി നെക്സ്റ്റ് നോക്കാം വേദിക് പീരീഡ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതാണ് വേദിക് പീരീഡ്. വേദിക് പീരീഡിൽ നോക്കുവാണെങ്കിൽ നമ്മളെ മ്യൂസിക്, സാക്രിഫൈസ്, അതേപോലെ നോളജ്, റിലീജിയൻ, ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ സോൾ എന്നായിരുന്നു അവർ എംഫസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു കാലഘട്ടത്തില് വേദം പഠിക്കുന്നതിന് നമ്മൾ ശ്രുതി എന്നാണ് പറയുന്നത്. സോ ആ ഒരു കാലഘട്ടത്തിൽ ഇവര് പഠിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ലിസൺ ചെയ്തിട്ടായിരുന്നു ഇവർ ഓരോ കാര്യങ്ങളും മെമ്മറൈസ് ചെയ്യുന്നത്. ഇപ്പോ ഒരു ഗുരു ഒരു കുട്ടീനോട് എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ടെങ്കിൽ അത് റിസൈറ്റ് ചെയ്തിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. സോ അതെന്താണ്, ആ കുട്ടി അത് കേട്ടിട്ടായിരിക്കും അതിനെ എന്ത് ചെയ്യുന്നത്, മെമ്മറൈസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അറിയാം സോഷ്യൽ വർക്കിന്റെ ഒരു വൺ ഓഫ് ദ ഫൈനൽ സ്കില്ലാണ് എന്തെന്ന് പറയുന്നത് ലിസണിങ് എന്ന് പറയുന്നത്. അത് ആ ഒരു കാലഘട്ടത്തിൽ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ ഒരു കാര്യം പഠിക്കുന്നതിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആൻഡ് വേദിക് പീരീഡിൽ സ്റ്റേറ്റിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു കാര്യമാണ് ഫാമിലി എന്ന് പറഞ്ഞാൽ. ഫാമിലി ആയിരുന്നു ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഒരു കൂട്ടം ഫാമിലീസ് ചേരുന്നത് ക്ലാൻ എന്ന് പറയുന്നു. ആ ക്ലാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലാൻസ് ആവുകയും ഗ്രൂപ്പ് ഓഫ് ക്ലാൻ ഡിസ്ട്രിക്ട് ആവുകയും ആൻഡ് ഡിസ്ട്രിക്റ്റിന് നമ്മൾ എന്തെന്ന് പറയുന്നു, ഒരു ട്രൈബ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഫാമിലിക്ക് കൊടുത്തിരുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവുന്നതാണ്. അതേപോലെ നമുക്ക് സൊസൈറ്റിയോടുള്ള ആളുകളുടെ ഒരു ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിനോട് മൊണാർക്കിയോടും ഉള്ള ആളുകളുടെ ഫീലിങ്സും അഫെയറും ഒക്കെ മനസ്സിലാകാൻ വേണ്ടി ആ ഒരു കാലഘട്ടത്തില് മെസ്സഞ്ചേഴ്സിനെയും സ്പൈസിനെയും ഒക്കെ സ്റ്റേറ്റ് എന്ത് ചെയ്യുമായിരുന്നു, അസൈൻ ചെയ്യുമായിരുന്നു. ആൻഡ് നമുക്ക് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ പ്രൊഫഷൻ എടുത്താലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളുടെ നീഡിനെ മനസ്സിലാക്കി അവർക്ക് എന്ത് പ്രോബ്ലം ആണോ അത് മനസ്സിലാക്കി അതിനെതിരെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രൈ ചെയ്യുന്നത്. ആ ഒരു ആക്ടിവിറ്റി എന്തുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ വെൽ എക്സിസ്റ്റഡ് ആണെന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇന്ന് കാണുന്നത് പോലെ തന്നെ പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് അന്നുണ്ടായിരുന്നു. ലൈക്ക് മാരേജ്, എഡ്യൂക്കേഷൻ, റിലീജിയൻ, ലോ, ഇതൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ എമേർജ് ചെയ്ത് വന്നത് എപ്പോഴായിരുന്നു, വേദിക് പീരീഡിലായിരുന്നു. ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ന് കാണുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസും എമേർജ് ചെയ്ത് വന്നത് വേദിക് പീരീഡിലായിരുന്നു. ദെൻ ഇവിടെ പറയുന്നത് ലോർഡ് ബുദ്ധനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ലോർഡ് ബുദ്ധ എന്ന് പറയുമ്പോൾ പാലസിൽ എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയും ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ നമുക്കറിയാം ലോർഡ് ബുദ്ധ വൺ ഓഫ് ദ സോഷ്യൽ വർക്കേഴ്സ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ ആണ്. ആൻഡ് ആൾ എന്ത് ചെയ്തു, ആളുടെ എല്ലാ കംഫോർട്ടുകളും വിട്ട് ഉണ്ടായിരുന്ന ആ ഒരു പാലസ് വിട്ടിട്ട് കോമൺ ആയിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച ഒരാളാണ്. ആളുകളുടെ സഫറിങ്സ് എന്താന്ന് മനസ്സിലാക്കി അതിനെതിരെ എന്തൊക്കെ സൊല്യൂഷൻസ് കൊണ്ടുവരാമെന്ന് മനസ്സിലാക്കി സൊല്യൂഷൻസ് കൊണ്ടുവന്നു. ആളുകളുടെ ഇടയിൽ ഒരു പീസ് ആൻഡ് ഹാർമണി കൊണ്ടുവരാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ അത് നടത്തിയ ഒരാളാണ് ലോർഡ് ബുദ്ധ എന്ന് പറയുന്നത്. ആളുകളുടെ ഇടയിൽ ചെന്നിട്ട് ഒരു വൈഡ് റേഞ്ച് ഓഫ് സൊല്യൂഷൻസ് ആണ് ആൾ എന്ത് ചെയ്തത്, എക്സ്പ്ലോർ ചെയ്തിരുന്നത്. ആൻഡ് ഇൻഡിവിജ്വൽസിന്റെ അടുത്താണെങ്കിലും ഗ്രൂപ്പ്സിന്റെ പ്രോബ്ലം ആണെങ്കിലും കമ്മ്യൂണിറ്റീസ് പ്രോബ്ലം ആണെങ്കിലും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ലോർഡ് ബുദ്ധ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു സോഷ്യൽ വർക്കിന്റെ ഒരു പ്രാക്ടീസ് ആ കാലത്തും എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നതിനുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇപ്പോ എന്ത് ചെയ്യുന്നത്, പറഞ്ഞ് വരുന്നത്. അതേപോലെ തന്നെ അക്കാലത്ത് ഉണ്ടായിരുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു ചാരിറ്റി എന്ന് പറയുന്നത്. നീഡി ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, ബെഗേഴ്സിനായിക്കോട്ടെ, ഇവർക്കൊക്കെ ചാരിറ്റി കൊടുക്കുക എന്നുള്ളത് അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ആ ഒരു വേദിക് പീരീഡിലെ ആളുകൾ കണ്ടിരുന്നത്. ആൻഡ് ഇതിനെ റിലേറ്റ് ചെയ്ത സ്റ്റോറി നമുക്ക് ഇന്ത്യൻ ലിറ്ററേച്ചർ എടുത്താൽ ഒത്തിരി സ്റ്റോറീസ് നമുക്ക് ഈ ഒരു ചാരിറ്റി റിലേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെൽഫെയറിന്റെ ഒക്കെ ഒരു വിത്ത് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, ആ ഒരു സമയത്ത് തന്നെ പാകി കൊടുത്ത ഒരു വിത്താണ് നമുക്ക് ഇന്നിപ്പോ കാണാൻ പറ്റുന്ന പല പല സർവീസുകളും. ഇപ്പൊ സോഷ്യൽ വർക്കിന്റെ പ്രാക്ടീസുകൾ ആയിക്കോട്ടെ, അന്ന് പാകിക്കൊടുത്ത ആ ഒരു വിത്തിന്റെ റിസൾട്ട് ആയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്തു വരുന്ന പല പ്രാക്ടീസുകളും നമ്മൾ കാണപ്പെടുന്നത്. ദെൻ ആളുകളുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റിനും ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അത് ആളുകളുടെ മാത്രമല്ല, മനുഷ്യന്മാരുടെ മാത്രമല്ല, മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും മെഡിക്കൽ ട്രീറ്റ്മെന്റ്സും ഹോസ്പിറ്റൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള 2 എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. കൗടില്യ വെറ്റിനറി സർജൻസിനെ കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് കാറ്റിൽസിനെയും ഹോഴ്സസിനെയും എലിഫന്റ്സിനെയും ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
അക്കാലത്ത് വെറ്റിനറി സർജൻസ് ഉണ്ടായിരുന്നു വേദിക് പീരീഡിൽ. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ചാരക ഹി വാസ് ഓവിങ് ഇൻഡിജീനിയസ് സിസ്റ്റം ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആര് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു? ചാരക ആ ഒരു സമയത്ത് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾക്കാണെങ്കിലും അതുപോലെ മൃഗങ്ങൾക്കാണെങ്കിലും എന്താണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഏൻഷ്യൻസ് ബുക്സ് ആയ മനുസ്മൃതി അതുപോലെ അർത്ഥശാസ്ത്രയും ഒക്കെ എടുക്കുവാണെങ്കിൽ മഹാഭാരതം ഒക്കെ എടുക്കുവാണെങ്കിൽ അതിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഫാമിലിക്ക് കൊടുക്കുന്നത് എന്നുള്ളത് അല്ലെ. അപ്പോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഈച്ച് ആൻഡ് എവറി ഫാമിലിയുടെ അതേപോലെ തന്നെ ഒരു ഫാമിലി സിസ്റ്റം എടുത്താൽ അതിനുള്ള പ്രിൻസിപ്പിൾസ് എന്താണെന്ന് സ്റ്റേറ്റ് വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. ലൈക്ക് ഫാമിലിയിലുള്ള ഓരോ ആളുകളുടെയും ഡ്യൂട്ടീസ് ഇൻ റിലേഷൻ ടു ദർ ഫാമിലി മെമ്പേഴ്സ്, അതായത് ഡ്യൂട്ടി ഓഫ് ഫാദർ ടുവേർഡ്സ് ദർ സൺ ആൻഡ് ഡോട്ടർ, അതേപോലെ തന്നെ ഭാര്യയോടും അമ്മയോടും ഉള്ള ഡ്യൂട്ടി, ദെൻ ബ്രദർ ആൻഡ് സിസ്റ്റർ, ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നിരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫ് എടുത്താൽ അവന്റെ ലൈഫിൽ സോഷ്യൽ എക്കണോമിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൾച്ചറൽ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട്, അതിന്റെ റോൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നും സ്റ്റേറ്റ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ദെൻ കമ്മിങ് ടു ഫാമിലി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റിന്റെയും സൊസൈറ്റിയുടെ ഒരു ഫോക്കൽ യൂണിറ്റ് തന്നെയായിരുന്നു ഫാമിലി എന്ന് പറയുന്നത്. ആരാണ് ഫാമിലിയുടെ ബ്രെഡ് വിന്നർ, ഫാമിലിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഡിപ്പെൻഡൻസിനും വിഡോസും ചിൽഡ്രനും ഒക്കെ എന്ത് ചെയ്യണമായിരുന്നു, വളരെ കാര്യമായിട്ട് തന്നെ നോക്കണമായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് വേണ്ട കെയറും കാര്യങ്ങളും എല്ലാം ആ ഒരു ബ്രെഡ് വിന്നർ ചെയ്യണമായിരുന്നു. ആൻഡ് ഇവർക്ക് ഉള്ള എന്തെങ്കിലും ഒരു റൈറ്റിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഗൽ പ്രൊട്ടക്ഷൻ വരെ സ്റ്റേറ്റ് ആ ഒരു കാലഘട്ടത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓർഫൻസിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ആരും ഇല്ലാത്ത കുട്ടികളാണ്. സോ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും സ്റ്റേറ്റ് മുൻഗണന എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം പീരീഡിൽ. ഇനിയും പൂർ റിലീഫിനെ കുറിച്ച് പറയാനാണെങ്കിൽ നീഡി ആയിട്ടുള്ള അല്ലെങ്കിൽ സിക്ക് ആയിട്ടുള്ള ആളുകളെ ടേക്കൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ എഫേർട്ട് തന്നെയാണ് സ്റ്റേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോ ഫാമിലിയുടെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ആർക്കൊക്കെയാണ് ആവശ്യം, ആർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു അക്കൗണ്ട് തന്നെ സ്റ്റേറ്റിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അതായത് എന്താ പല പല ആളുകളെയും ഓരോ അസസ്മെന്റ് വേണ്ടിയിട്ട് സ്റ്റേറ്റ് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ആളുകളുടെ നീഡ് മനസ്സിലാക്കാനൊക്കെ. അപ്പം ഇതുവഴിയാണ് സ്റ്റേറ്റിന് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ആളുകളുടെ ഡീറ്റെയിൽസ്, ഫാമിലിയുടെ ഡീറ്റെയിൽസും നീഡി ആയിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസും കിട്ടിക്കൊണ്ടിരുന്നത്. ഇനിയും എംപ്ലോയ്മെന്റ് ഫീൽഡ് എടുത്താലും ഹെൽപ്ലെസ് ആയിട്ടുള്ള വിഡോസ്, അതുപോലെ ക്രിപ്പിൾ വുമൺ, അതായത് എന്തെങ്കിലും ഇഞ്ചുറീസ്, ഫിസിക്കൽ ഇഞ്ചുറീസ് പറ്റി നടക്കാനൊന്നും പറ്റാത്ത വിമൻ, അതേപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, അവരുടെ അമ്മമാര്, ഇവർക്കൊക്കെ സ്റ്റേറ്റ് എന്ത് ചെയ്യുമായിരുന്നു, എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. ആൻഡ് അൺമാരിഡ് ആയിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള വിമൻസിനെ സ്പൈസ് ആയിട്ട് വെക്കുകയും ആൻഡ് സ്റ്റേറ്റിനെതിരെയുള്ള എന്തെങ്കിലും ഒരു മൂവ്മെന്റ്സോ അല്ലെങ്കിൽ ഇന്റൻഷൻസോ ആളുകൾക്കുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും ഇത് അവരെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇനിയും ഓർഫൻസിന്റെ കാര്യം പറയാനാണെങ്കിൽ അവർക്ക് വേണ്ട വിധത്തിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക മാത്രമല്ല അവർക്ക് വേണ്ട ജോബും സ്റ്റേറ്റ് എന്ത് ചെയ്യുമായിരുന്നു, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പീരീഡിൽ. ദെൻ ബിസിനസ് പോളിസീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ കൊറപ്ഷൻ ഒക്കെ വളരെ നല്ല രീതിയിൽ കൊറപ്ഷന് വേണ്ട എതിരെയുള്ള പണിഷ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ലോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ന സാധനത്തിന് അവർക്ക് ഇഷ്ടം ഉള്ളതുപോലെ വില കൂട്ടി വിൽക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. കാരണം പ്രൈസ് കൺട്രോൾ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഒരു വൺ ഓഫ് ദ മെയിൻ ആക്ടിവിറ്റി ആയിരുന്നു. അതേപോലെ തന്നെ ബിൽഡിങ്സും, അതായത് പ്രോപ്പർ ആയിട്ടല്ലാത്ത ബിൽഡിങ്സും ഹൗസസും ഒക്കെ ആ ഒരു സമയത്ത് റീബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വാട്ടർ പ്രൊജക്ട്സും ഇറിഗേഷൻ പ്രൊജക്ട്സും ഒക്കെ സ്റ്റേറ്റ് ഒരു വൺ ഓഫ് ദ മെയിൻ ഇനിഷ്യേറ്റീവ്സ് തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ആളുകൾക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ലോൺസ്, പലതരത്തിലുള്ള ലോൺസ് ഗ്രാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ലാൻഡ് റവന്യൂസ്, അതേപോലെ തന്നെ സീഡ് ഡിസ്ട്രിബ്യൂഷൻ, ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ സ്റ്റേറ്റ് കൊടുത്തിരുന്ന ആളുകളെ മനസ്സിലാക്കി അവർക്ക് വേണ്ട നീഡ് മനസ്സിലാക്കി അവർക്ക് കൊടുത്തോണ്ടിരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ മേളിൽ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, അതേപോലെ തന്നെ ലാൻഡ് ഇല്ലാത്ത ആളുകൾക്ക് സ്റ്റേറ്റ് ലാൻഡിൽ എന്ത് ചെയ്തു, ജോലികളും മറ്റും സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ വർക്ക് പ്ലേസിൽ നടക്കുന്ന കാര്യങ്ങളിലെ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട്സും അല്ലെങ്കിൽ വേജ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതൊക്കെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് തന്നെ ലേബർ കോഴ്സുകൾ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം പീരീഡിൽ. സോ ദാറ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലേബർ കോഴ്സിനെ റീച്ച് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രോബ്ലം എന്താന്ന് പറഞ്ഞ് അതിന് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ദെൻ ഒരു കോൺസെപ്റ്റ് ഓഫ് അപസമയനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊരു ഹിന്ദു ടെക്സ്റ്റ് ആണ്. അതനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, അവിടുത്തെ സ്റ്റേറ്റ് അവിടുത്തെ ആളുകൾക്ക് പ്രോപ്പർ ആയിട്ട് ഫുഡും ക്ലോത്തും ഷെൽറ്ററും മെഡിക്കൽ ട്രീറ്റ്മെന്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യണമായിരുന്നു. അതായത് അവിടുത്തെ കിങ്ഡത്തിന്റെ അണ്ടറിൽ
നിൽക്കുന്ന ആളുകൾ ആരും വിശന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ടോ എന്ത് ചെയ്യാൻ പാടില്ല, സഫർ ചെയ്യാൻ പാടില്ല എന്ന് അവിടുത്തെ കിങ്ഡത്തിന് ഏറ്റവും മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. ആൻഡ് ആ ഒരു ടൈമില് അറബ് ഇൻവേർഡേഴ്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയും അവിടെ ട്രേഡും കൊമേഴ്സും ഒക്കെ എക്സ്പാൻഡ് ചെയ്തിരുന്ന ടൈമായിരുന്നു. അതിന്റെ പാർട്ടായിട്ട് ഇവർ എന്ത് ചെയ്യുമായിരുന്നു, ഇന്ത്യൻസ് അങ്ങോട്ടേക്ക് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യും, അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ് പറയുന്നത്. ആൻഡ് നമുക്ക് ഇസ്ലാം എന്നൊരു മതം എടുക്കുവാണെങ്കിൽ അവരുടെ ഒരു റമദാൻ മാസത്തിൽ അവര് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ആനുവൽ ഇൻകത്തിൽ നിന്നും ഒരു 1/4 ആയിട്ടുള്ള ഒരു ആനുവൽ ഇൻകം എന്ത് ചെയ്ത് കൊടുക്കുന്നു, നീഡി ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യമാണ്, ആ ഒരു സമയത്തും നമുക്ക് ഒരു സോഷ്യൽ വർക്കിന്റെ ഒരു പ്രാക്ടീസ് റിഫ്ലക്ട് ചെയ്തിരുന്നു. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ പല രീതിയിൽ നിന്നുമാണ്, പല പെർസ്പെക്റ്റീവിൽ നിന്ന് എമേർജ് ചെയ്ത് വന്നാണ്. ലൈക്ക് സോഷ്യൽ ചാരിറ്റി ആയിക്കോട്ടെ, സോഷ്യൽ സർവീസ് ആയിക്കോട്ടെ, ഇതേപോലെ പല പല പെർസ്പെക്റ്റീവിൽ നിന്നും എമേർജ് ചെയ്ത് വന്ന ഒരു പ്രാക്ടീസ് ആണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. സോ അതൊക്കെ ഇവിടെ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമാണ്. അതേപോലെ സുൽത്താനേറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആള് ഒത്തിരി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡൽഹിയിലും മുൽത്താനിലും ഒക്കെ ആയിട്ട് പണിതിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ്, എല്ലാവർക്കും ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിന് മാത്രമല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നത്, എല്ലാ ആളുകൾക്കും ആക്സസിബിൾ ആവുന്ന തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ ആയിരുന്നു ആള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഷെയർ ചെയ്ത കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആളുകളുടെ ഡെവലപ്മെന്റിനും വെൽഫെയറിനും വേണ്ടിയിട്ട് ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ പല പല ഭാഗങ്ങളിലായിട്ട് പോസ്റ്റ് സിസ്റ്റം ബിൽഡ് ചെയ്യുകയും അതേപോലെ തന്നെ സിറ്റികളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ് ബിൽഡ് ചെയ്യുകയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുവഴി നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, ഒരു ഹ്യൂമൻ ആസ് എ ഹ്യൂമൻ നമുക്ക് പല പല റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരങ്ങളാണ് കൊടുത്തിരുന്നത്. അതായത് പല പല സിറ്റികൾ കണക്ട് ചെയ്യുന്നത് വഴി നമുക്ക് പല ട്രേഡിങ്ങും നടത്താം. അതുപോലെ മറ്റ് ആളുകളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്സ് ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ദെൻ അക്ബറിന്റെ കാര്യം പറയാനാണെങ്കിൽ ചൈൽഡ് മാരേജ് പ്രൊഹിബിറ്റ് ചെയ്തു. അതേപോലെ തന്നെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽസും ചാരിറ്റി സെന്റേഴ്സും അതേപോലെ തന്നെ ആൽക്കഹോളിസത്തിനെതിരെ സംസാരിച്ചു, അല്ലെങ്കിൽ ആൽക്കഹോളിസത്തിന് എതിരെ പോരാടിയ ഒരാളാണ് ആരെന്ന് പറയുന്നത്, അക്ബർ എന്ന് പറയുന്നത്. ദെൻ കമ്മിങ് ടു ഇനിഷ്യേറ്റീവ്സ് ബൈ കൊളോണിയൽ റൂളേഴ്സ്, ഫ്രഞ്ച്, ബ്രിട്ടീഷ്, പോർച്ചുഗീസ് റൂളേഴ്സ്, ഇവരുടെ കാര്യമായിരിക്കും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകും. നമ്മൾ നേരത്തെ പറഞ്ഞത് ലോക്കൽ റൂളേഴ്സിന്റെ ഇനിഷ്യേറ്റീവ്സ് ആയിരുന്നു. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് കൊളോണിയൽ റൂളേഴ്സിന്റെ ഇനിഷ്യേറ്റീവ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഇന്ത്യയിൽ കൊളോണിയൽ പീരീഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ഓൾട്ടുഗദർ ഒരു പുതിയ ഒരു ഫേസ് ഓഫ് ലൈഫ് തന്നെയായിരുന്നു. ഇതിനു മുൻപും ഇന്ത്യയിൽ പല പല ഇൻവേഡേഴ്സും കോൺക്വറേഴ്സും വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവർ നമ്മുടെ ആ ഒരു സമയത്ത് ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെയായിരുന്നു അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയായിരുന്നു. ഓക്കെ, ഇന്ത്യയിൽ വന്നിട്ട് അവര് അവരുടെ നേറ്റീവ് കൺട്രി ആയിട്ട് കണ്ട് അവരുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മുടെ കൊളോണിയൽ റൂളേഴ്സിന്റെ കാര്യം പറയുമ്പോൾ അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവര് വന്നപ്പോഴത്തേക്കും അവരുടെ പുതിയ ഫോഴ്സുകളും അവർ എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ലൈക്ക് റിലീജിയനും ടെക്നോളജിയും, അവരുടെ റിലീജിയൻ, അവരുടെ ടെക്നോളജി, എഡ്യൂക്കേഷൻ, അവരുടെ സിസ്റ്റം ഓഫ് ലോയും ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനും ഒക്കെ എന്തിലേക്ക് അവർ കൊണ്ടുവന്നു, ഇന്ത്യയിലേക്ക് അവര് ഫോഴ്സ് ചെയ്ത് എന്താണ് അവിടെ ഇൻജക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഇന്ത്യയിൽ കൊളോണിയൽ എറ ബിഗൻ ചെയ്യുന്നത് എൻഡ് ഓഫ് ദ 15th സെഞ്ചുറിയിലാണ് ഇന്ത്യനിലെ കൊളോണിയൽ എറ ബിഗിൻ ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഇവിടെ പല പല സെറ്റിൽമെന്റ്സിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായി നമ്മൾ പഠിക്കുന്നതാണ് യൂറോപ്യൻ സെറ്റിൽമെന്റ്സ് ഇൻ ഇന്ത്യ. അതേപോലെ നമ്മൾ ഇത് പറയുവാണെങ്കിൽ ഇന്ത്യയിലും അതേപോലെ തന്നെ ഏഷ്യയിലെ മറ്റു പല ഭാഗങ്ങളിലേക്കും ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട് യൂറോപ്പില് പല പല ഒത്തിരി തന്നെ ട്രേഡിംഗ് കമ്പനീസ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ട്രേഡിംഗ് കമ്പനീസ് ഒക്കെ ബിലോങ് ചെയ്തിരുന്നത് പോർച്ചുഗൽ, ഹോളണ്ട്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് ആൻഡ് ഡെൻമാർക്കാർക്കായിരുന്നു ഈ ട്രേഡിംഗ് കമ്പനീസ് ബിലോങ് ചെയ്തിരുന്നത്. ആൻഡ് ഇന്ത്യയിലെ മറ്റ് പല ഭാഗങ്ങളിലായിട്ടും എന്ത് ചെയ്തു, അവരുടെ ട്രേഡിംഗ് സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് ഈ സെന്റേഴ്സ് വരുന്നത് കോസ്റ്റൽ ഏരിയകളിലായിരുന്നു മോസ്റ്റ് ഓഫ് ദ സെന്റേഴ്സും കാണപ്പെട്ടിരുന്നത്. ഓക്കെ, ആൻഡ് ഇവർക്ക് ഗുഡ്സ് ഒക്കെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് ഒരു വെയർ ഹൗസ് ആയിട്ടാണ് ഈ ഒരു സെന്റേഴ്സിനെ അവർ കണ്ടിട്ടുണ്ടായിരുന്നത്, ഈ യൂറോപ്യൻ ആൾക്കാര്. ആൻഡ് ഇനി നമ്മള് പോർച്ചുഗീസ് സെറ്റിൽമെന്റ് നോക്കാം. ഓക്കെ, സോ പോർച്ചുഗീസ് സെറ്റിൽമെന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യയിൽ എത്തുന്ന ആദ്യ യൂറോപ്യൻസ് എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. അതായത് വെസ്റ്റേൺ ഏഷ്യയിലേക്കുള്ള പല പല ട്രേഡ് റൂട്ട്സും ഒട്ടോമാൻസ് എന്ന് പറയുന്ന വിഭാഗക്കാരെ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, പോർച്ചുഗീസുകാർക്ക് ട്രേഡിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്കുള്ള ആ ഒരു പാത്ത് ക്ലോസ് ചെയ്തപ്പോൾ അവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്തത്, 1498 ഇന്ത്യയിലേക്ക് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ദ ഫസ്റ്റ് സക്സസ്ഫുൾ വോയേജ് എന്ന് പറയുന്നത് വാസ്കോഡ ഗാമ കാലിക്കറ്റില് 1498 വന്നപ്പോഴാണ് അവരുടെ ഫസ്റ്റ് വോയേജ്
സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സോ ആഫ്റ്റർ ദാറ്റ് ഈ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് ഔട്ട് പോസ്റ്റുകൾ നിർമ്മിക്കുക ഉണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യയിൽ മാത്രമല്ല, ശ്രീലങ്കയിലും ഒക്കെ എന്ത് ചെയ്യും, ഇന്ത്യൻ വെസ്റ്റ് കോസ്റ്റിലും ശ്രീലങ്കയിലൊക്കെ ഇവർ എന്ത് ചെയ്തു, പല ഔട്ട് പോസ്റ്റുകളും ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് ഇവര് സെന്റ് ഏഞ്ചൽ ഓഫ് ഫോർട്ട് കണ്ണൂരിൽ ഇവർ എന്ത് ചെയ്തു, ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു സെയിന്റ് ഏഞ്ചൽ ഓഫ് ഫോർട്ട് ഇവര് ബിൽഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവർക്ക് നോർത്ത് മലബാറിൽ ഒത്തിരി പൊസിഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കണ്ണൂരിൽ സ്റ്റാർട്ട് ചെയ്തത്, സെയിന്റ് ഏഞ്ചൽ ഓഫ് ഫോർട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പോർച്ചുഗീസ് സെറ്റിൽമെന്റ്. ഇനി നമുക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താന്ന് നമുക്ക് നോക്കാം. സോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുമ്പോൾ 1600 ക്വീൻ എലിസബത്ത് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ടു ട്രേഡ് വിത്ത് ഇന്ത്യ ആയിട്ട് ട്രേഡ് ചെയ്യാനും അതുപോലെ മറ്റ് ഈസ്റ്റേൺ ഏഷ്യ ആയിട്ടും ട്രേഡിംഗ് നടത്താൻ വേണ്ടിയിട്ട് ക്വീൻ എലിസബത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു കാലഘട്ടത്തിൽ ജഹാംഗീർ ഇവർക്ക് നൽകിയ പെർമിഷൻ മുഖേന കൽക്കട്ടയിലും മദ്രാസിലും നമ്മുടെ ട്രേഡിംഗ് പോസ്റ്റുകൾ ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവർ സൂറത്തിൽ ഇന്ത്യയിലെ സൂറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് 1612 ബ്രിട്ടീഷുകാർ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പതിയെ എന്ത് ചെയ്തു, ഓരോ കാര്യങ്ങളിലും ഇവർ അഡ്വാൻറ്റേജ് എടുക്കാൻ തുടങ്ങിയിട്ട് ഗ്രാജുവലി ഇവർ നമ്മുടെ പൊളിറ്റിക്കൽ സൈഡിലേക്ക് പൊളിറ്റിക്സിലേക്ക് ഇവർ ഗ്രാജുവലി എൻ്റർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതേപോലെ തന്നെ 1070s ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധങ്ങളിലെ ബ്രിട്ടീഷ് ഫ്രഞ്ച് പ്രോക്സി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് റോബർട്ട് ക്ലൈവ് ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തുകയും ബ്രിട്ടീഷ് ഭരണം വളരെ നല്ല രീതിയിൽ അവിടെ എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. ആൻഡ് വാറിന്റെ ഒരു അവസാന ഘട്ടമായപ്പോഴത്തേക്ക് റോബർട്ട് ക്ലൈവ് ഫ്രഞ്ചിനെ ഡിഫീറ്റ് ചെയ്യുകയും എന്ത് ചെയ്തു, ബ്രിട്ടീഷ് അവരുടെ റൂൾ എക്സ്റ്റെൻഡ് ചെയ്യുകയും ഉണ്ടായി. ആൻഡ് നമുക്ക് ഇവിടെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണം തന്നെയായിരുന്നു ഇന്ത്യ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ മോസ്റ്റ് ഓഫ് ദി ഇന്ത്യൻ സ്ഥലങ്ങളും എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാര് ഭരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാര് ഭരിക്കാൻ വേണ്ടി ആരംഭിച്ചു. ആൻഡ് ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശേഷം ആ ഒരു ബ്രിട്ടീഷുകാരെ ഫോളോ ചെയ്തത് കൊണ്ട് തന്നെ ഫ്രഞ്ചുകാർ എന്ത് ചെയ്തു, ഇന്ത്യയിലെ പല ഭാഗത്തായിട്ട് ട്രേഡിംഗ് ബേസസ് സ്റ്റാർട്ട് ചെയ്തു. അതൊരു 18th സെഞ്ചുറിയിലായിരുന്നു. അതായത് നമ്മൾ ഇപ്പോ കാണുന്ന നോർത്തേൺ ആന്ധ്രാപ്രദേശ്, മൊറീസ ഒക്കെ ആര് കൈയടക്കിയിട്ടുണ്ടായിരുന്നു, ഫ്രഞ്ച് ആ ഒരു ടൈം പീരീഡിൽ കൈയടക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ട്രേഡിങ്ങിന്റെ ഭാഗമായിട്ട്. അതാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഡച്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യൻ കോസ്റ്റിലെ പല ഡിഫറെന്റ് പാർട്സുകളിലായിട്ട് എന്ത് ചെയ്തു, ഡച്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി പല ട്രേഡിംഗ് പോസ്റ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അവരുടെ അണ്ടർ കൺട്രോളിലായിരുന്നു മലബാർ ഈസ്റ്റ് കോസ്റ്റും കൊറമണ്ടൽ കോസ്റ്റും സൂറത്തും ഒക്കെ അവരുടെ അണ്ടർ കൺട്രോളിൽ വന്നിരുന്ന പോസ്റ്റുകളായിരുന്നു. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു പോർച്ചുഗീസുകാർ ശ്രീലങ്കയിൽ ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ലേറ്റർ ആര് വന്ന് കോൺക്വർ ചെയ്തു, ഡച്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്കാർ വന്നിട്ട് കോൺക്വർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങൾ കൂടാതെ ട്രാവൻകൂറിലും കോസ്റ്റൽ തമിഴ്നാടുകളിലും അതേപോലെ തന്നെ പ്രസന്റ് ബംഗ്ലാദേശ് ആൻഡ് പ്രസന്റ് വെസ്റ്റ് ബംഗാളിലും ബാലേശ്വറിലും ബർമയിലും ഒക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രേഡിംഗ് സ്റ്റേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി. ഓക്കെ, ആൻഡ് അതാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയെ കുറിച്ച് പറയാനുള്ളത്. കമ്മിങ് ടു സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്സ് ഡ്യൂറിംഗ് കൊളോണിയൽ പീരീഡ്, നമ്മൾ നേരത്തെ രണ്ട് സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്സ് കണ്ടു. ആൻഡ് ലാസ്റ്റ് ഇപ്പൊ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതാണ് കൊളോണിയൽ പീരീഡിൽ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്സ്. ഓക്കെ, അപ്പോ ഈ ഒരു കൊളോണിയൽ സ്റ്റേറ്റിന്റെ മെയിൻ ആയിട്ടുള്ള അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് കൊളോണിയൽ ടെറിട്ടറീസിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതായിരുന്നു അവർക്ക് ഉണ്ടായിരുന്ന ഒരു മേജർ ഫോക്കസ് എന്ന് പറയുന്നത്. പക്ഷേ 19th സെഞ്ചുറിയുടെ ഒക്കെ ഒരു തുടക്കമായപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ഇതിൽ മാത്രമല്ല അറ്റൻഷൻ കൊടുക്കേണ്ടത്, നമുക്ക് അവരുടെ അഡ്മിനിസ്ട്രേഷൻ നോക്കുവാണെങ്കിൽ ആ ഒരു ആസ്പെക്റ്റിലും എന്ത് ചെയ്യണം, അറ്റൻഷൻ കൊടുക്കണമെന്ന് അവർക്ക് മനസ്സിലായി. അതിന് മുൻപ് വരെ അവര് റവന്യൂ കളക്ഷൻ അതേപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഈ കൊളോണിയൽ ടെറിട്ടറീസ് എക്സ്പാൻഡ് ചെയ്യുക ഇതിനൊക്കെയായിരുന്നു അറ്റൻഷൻ കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ 19th സെഞ്ചുറിയുടെ ഒരു തുടക്കത്തിൽ അവർക്ക് ആ ഒരു അതർ ആസ്പെക്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനിലേക്കും അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് എന്ത് ചെയ്തു, കമ്പൽ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഫെമീൻസ് ഇൻ ഇന്ത്യ ആണ്. സോ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിൻലി ഒരു ലാൻഡ് ഓഫ് അഗ്രികൾച്ചർ ആണ് അല്ലെ. ഒത്തിരി ഇന്ത്യൻ കൾട്ടിവേറ്റേഴ്സും ഒക്കെ അവർക്ക് ഇറിഗേഷൻ ഇതൊക്കെ ഈ ഒരു കൾട്ടിവേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ അവിടെ പ്രോപ്പർ ഇറിഗേഷൻ വേണം. സോ അതിനു വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്തായിരുന്നു മൺസൂൺ എന്ന് പറയുന്നത്. പക്ഷേ അവർക്ക്
ഇപ്പൊ മൺസൂൺസ് ഇല്ലെങ്കിൽ അവർക്ക് എന്താണ് അവിടെ കനാൽസോ അല്ലെങ്കിൽ ഈ ഇറിഗേഷന് വേണ്ടിയിട്ട് നോക്കുവാണെങ്കിൽ അത്ര തന്നെ സാധ്യതകൾ വളരെ കുറവായിരുന്നു. അതായത് കുറച്ച് കനാൽസും അതേപോലെ തന്നെ ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള പല പല വേറെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ കുറവായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ മൺസൂൺസ് എപ്പോഴൊക്കെ ഫെയിൽ ആയിട്ടുണ്ടോ അങ്ങനെ വരുമ്പോഴത്തേക്കും അവരെ ഈ ഒരു അഗ്രികൾച്ചറിനെ അത് വളരെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഒരു ഫമീൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൂടിക്കൊണ്ട് വന്നിരുന്ന ഒരു കാര്യമായിരുന്നു. ഓക്കെ, ആൻഡ് ഈ ഒരു പ്രോബ്ലത്തിന്, ഈ ഒരു ഫമീൻ എന്ന് പറയുന്ന പ്രോബ്ലത്തിന് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള പോളിസീസും ആ ഒരു കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. ആൻഡ് ഒത്തിരി എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യുമായിരുന്നു, ഒന്നും തന്നെ സക്സസ് ആയിട്ടില്ലായിരുന്നു. ഓക്കെ, സോ ഇവിടെ പറയാനാണെങ്കിൽ 20 മേജർ ആൻഡ് മൈനർ ഫെമീൻസ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ പറയാനാണെങ്കിൽ സ്കേഴ്സിറ്റീസും ആ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു, വളരെ ഹൈ ആയിട്ട് നിന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആൻഡ് ആ ഒരു ടൈം പീരീഡിൽ നമുക്കറിയാം എലിസബത്തിൻ പൂർ ലോ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ടൈമിൽ അതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് കൊളോണിയൽ സ്റ്റേറ്റ് ഒരു ഫാമിലി റിലീഫ് പോളിസി ഒക്കെ ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒരു രീതിയിലേക്ക് എത്തി. ലൈക്ക് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നീഡ്ഫുൾ ആയിട്ടുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് ഒരു സ്മോൾ എൻകറേജ്മെന്റ് കൊടുക്കാനും ഒക്കെ സാധിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് 1861 ഈ സ്റ്റേറ്റ് നീഡി ആയിട്ട് ആളുകൾക്ക് വേണ്ടി ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാൻസുകളും മറ്റും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു പോളിസി സ്ലൈറ്റ്ലി എന്ത് ചെയ്തു, മോഡിഫൈ ചെയ്തു. ആൻഡ് പിന്നീട് അവര് ഈ ഒരു ശ്രമം നിർത്തി. കാരണം ഇത്ര ആളുകൾക്ക് നമ്മൾ ഈ ഒരു ഗ്രാന്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടും കാര്യങ്ങളും വേണമായിരുന്നു. സോ അവരുടെ എന്തില്ലായിരുന്നു, ഇതിന് ചെയ്യാനുള്ള ഫണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവര് ഈ ഒരു കാര്യം എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. ആളുകളെ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യണം, ആ ഒരു ഫെമിനിറ്റിയുടെ ആ ഒരു ഡെപ്ത് കുറയ്ക്കണം എന്നുള്ള ആ ഒരു തോട്ടിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും പതിയെ എന്ത് ചെയ്തു, അവർ അതിനെ ഗിവപ്പ് ചെയ്തു. ഓക്കെ, പക്ഷെ പിന്നീടും ഈ ഒരു ഫ്രീക്വന്റ്ലി എന്താണ് ഈ ഫെമിനിറ്റി ഈ ഒരു ഫെമൈൻ എന്ത് ചെയ്തു, ഒക്കർ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ, ഇല്ല. അതുകൊണ്ട് തന്നെ കൊളോണിയൽ സ്റ്റേറ്റ് ഫെമൈൻ കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തു ഇൻ 1880. അത് കഴിഞ്ഞ് ഫെമൈൻ കോഡ് ഡെവലപ്പ് ചെയ്തു ഇൻ 1883. ഓക്കെ, അപ്പം ഈ ഒരു ഫെമൈൻ ഞാൻ പറഞ്ഞു, ഈ ഒരു ഫെമൈൻ എന്താണ് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അവര് പലതരത്തിലുള്ള സൊല്യൂഷൻസും കൊണ്ടുവന്നു. ലൈക്ക് ആളുകൾക്ക് ഇവർക്കിപ്പോ എന്താ നമുക്കറിയാം അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ്സ് കൊണ്ടുവരാം. അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലത്തിന് എതിരായിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിലും എന്ത് ചെയ്തില്ല, അഡ്മിനിസ്ട്രേഷൻ ഒരിക്കലും ഒരു ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, അതൊരു ഹൈ കോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടി വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്തു, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻഗണന കൊടുത്തിരുന്നില്ല. പക്ഷേ ഒരു 19th സെഞ്ചുറിയുടെ എൻഡ് ഒക്കെ ആയപ്പോഴത്തേക്കും ആ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറാൻ വേണ്ടി തുടങ്ങി. അവര് എന്താണ് ഈ ഒരു ഫെമൈൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സുകളൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങി. സോ അതിലൊരു സോഷ്യൽ വർക്ക് പ്രൊഫഷന്റെ ഒരു എന്താ പറയാ, അവർക്കുള്ള ഒരു റോള് ഒരു വളരെ വലുതായിരുന്നു. ആസ് എ സോഷ്യൽ വർക്ക് പ്രൊഫഷൻസ് അവിടെ എന്ത് ചെയ്തു, അവർക്ക് വളരെ നല്ലൊരു റോള് തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞേ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഒരു ഫെമൈൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ലായിരുന്നു. സോ ആൻഡ് ബംഗാളിന്റെ 1943 ഫെമൈൻ ഉണ്ടായിട്ടുണ്ട്. അത് കൂടാതെ അത് കഴിഞ്ഞിട്ട് അവർ ഇങ്ങനത്തെ ഒരു പ്രോബ്ലമെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഡെവലപ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. സോ ഫസ്റ്റ് റെയിൽവേ ലൈൻ, അതായത് ബോംബെ ടു താനെ കണക്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് റെയിൽവേ ലൈൻ 1853 ഓപ്പൺ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് റെയിൽവേയിൽ ഉണ്ടായിരുന്ന ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡെവലപ്മെന്റും റെയിൽവേസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്കറിയാം ആ ഒരു സമയത്ത് ട്രേഡിങ്ങും അതേപോലെ തന്നെ ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ മൂവ്മെന്റും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്ന ടൈമാണ്. സോ ഒരു കൺട്രിയുടെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഗുഡ്സ് ട്രാവൽ ചെയ്യിപ്പിക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, അവിടെ ഒരു വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വേണമായിരുന്നു. സോ അതിനായിട്ടുള്ള അറ്റൻഷൻസ് കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ ബൈ 1876 അബൌട്ട് 5000 മൈൽസ് ഓഫ് റെയിൽവേ ലൈൻസ് ആണ് എന്ത് ചെയ്തത്, ബിൽഡ് ചെയ്തത്. ഓക്കെ, അത് ബൈ ഗവൺമെന്റും ഉണ്ടായിരുന്നു, ബൈ പ്രൈവറ്റ് ബ്രിട്ടീഷ് കമ്പനീസും എന്ത് ചെയ്തു, ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് റെയിൽവേസ് വഴി ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല, അതുവഴി ഒത്തിരി ആളുകൾക്ക് അൺസ്കിൽഡ് ലേബേഴ്സിന് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും സംഭവം ഉണ്ടായപ്പോഴത്തേക്കും എന്താണ്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹോൾ പ്ലേസ് എന്തായി, ഈ കൊളോണിയൽ സ്റ്റേറ്റിന്റെ കൺട്രോളിന്റെ അണ്ടറിലായി. ഓക്കെ, ഇത് അവിടെ എന്തായി, ഒരു ആസ് എ കൺട്രി ഒരു പൊളിറ്റിക്കൽ യൂണിറ്റി എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു.
സോ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കൂടിയതുകൊണ്ട് തന്നെ എന്താണ് പല പല റീജിയൻസ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻസും കമ്മ്യൂണിക്കേഷൻസും എന്ത് ചെയ്തു എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു. അതേപോലെ തന്നെ അക്കാലത്ത് എടുത്തു പറയേണ്ട ഒരു ഡെവലപ്മെന്റ് ആയിരുന്നു പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റം വന്നതോടുകൂടി ആളുകൾക്ക് തമ്മിലുള്ള നെറ്റ്വർക്കിംഗ് എന്ത് ചെയ്തു കൂടാൻ വേണ്ടി തുടങ്ങി. പല പല റീജിയനിലുള്ള ആളുകളും തമ്മിലുള്ള നെറ്റ്വർക്കിംഗ്സും റിലേഷൻഷിപ്സിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ പോസ്റ്റൽ ടെലിഗ്രാഫ് സിസ്റ്റം ഒക്കെ ഒത്തിരി നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ബൈ 1813 കമ്പനി അഡ്മിനിസ്ട്രേഷന് ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. ആൻഡ് നമ്മൾ കൊളോണിയൽ റൂളിന്റെ അണ്ടറിൽ നോക്കുമ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ ഒരു സ്റ്റേറ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യയുടെ ഒരു തുടക്കം കൂടിയായിരുന്നു നമ്മൾ കാണപ്പെട്ടിരുന്ന ആ ഒരു ടൈമിൽ. ഓക്കെ. ആൻഡ് ബൈ 1833 എഡ്യൂക്കേഷൻ ഗ്രാൻഡ്സ്, അതായത് 1 lakh ആയിരുന്നു ഗ്രാന്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ബട്ട് അണ്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ 1813 ചാർട്ടർ ആക്ട് പ്രകാരം ഈ 1 lakh എന്നുള്ളത് പെർ ആനും 10 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആൻഡ് ഇൻ 1835 ദ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്ക് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിലേക്ക് ഇമ്പാർട്ട് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് 1844 നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് ബിക്കം ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ആൻഡ് ഇറ്റ് വാസ് ഡിക്ലെയർഡ് ദാറ്റ് പീപ്പിൾ ഹാവിംഗ് നോളജ് ഓഫ് ഇംഗ്ലീഷ് വുഡ് ബി പ്രിഫേർഡ് ഫോർ പബ്ലിക് എംപ്ലോയ്മെന്റ്. സോ ആ ഒരു ടൈമിൽ നമുക്കറിയാം ബ്രിട്ടീഷുകാരും കൊളോണിയൽ റൂളേഴ്സും ഒക്കെ ഉള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് പറയുകയും ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജിനാണ് കുറച്ചുകൂടെ ജോലി കിട്ടാനും പബ്ലിക് എംപ്ലോയ്മെന്റിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ജോലി കിട്ടാനുള്ള സാധ്യത ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രമേ അവർക്കായിരുന്നു കുറച്ചുകൂടി പ്രിഫറൻസ് ആ ഒരു ടൈമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ആൻഡ് 1854 ഒരു പ്രോപ്പർ ഒരു ആർട്ടിക്കുലേറ്റ് സിസ്റ്റം, അതായത് പ്രൈമറി സ്കൂൾ തൊട്ട് യൂണിവേഴ്സിറ്റി വരെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇന്റൻഷൻ കൊളോണിയൽ സ്റ്റേറ്റ് 1854 ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ ഓൾ ഇന്ത്യ എക്സ്പെൻഡിച്ചർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ 10 ടൈംസ് ആയിട്ടായിരുന്നു കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം കമ്പയർ ചെയ്യുവാണ്, അതായത് 1932-33 തൊട്ട് ഒരു 1880-83 ആ ഒരു കാലഘട്ടം രണ്ടും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 10 ടൈംസ് ആയിട്ട് നമ്മുടെ എന്ത് ചെയ്തു എഡ്യൂക്കേഷൻ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇതുവഴി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, സബ്സീക്വന്റ്ലി ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സബ്സീക്വന്റ്ലി ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റും മിഷണറീസും അതുപോലെ തന്നെ അതർ പ്രൈവറ്റ് ഓർഗനൈസേഷൻസും റൺ ചെയ്ത കോളേജസിന്റെയും സ്കൂൾസിന്റെയും ഒക്കെ എണ്ണം ഗ്രാജുവലി എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ. പക്ഷെ ആ ഒരു സമയം നമുക്ക് നോക്കുവാണെങ്കിൽ പ്രൈമറി സ്കൂൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് അഡ്വക്കേറ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് പ്രൈമറി സ്കൂൾസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൺട്രിയിലെ ഒരു ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്തു, ഇലിറ്ററേറ്റ് ആയിട്ട് തന്നെ റിമൈൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ആ ഒരു സമയത്ത് മുസ്ലിംസിന്റെയും ഹാരിജൻസിന്റെയും അതുപോലെ തന്നെ വേറെ പുറകോട്ട് നിൽക്കുന്ന ലൈക്ക് ട്രൈബൽ പോപ്പുലേഷൻസും ബാക്ക്വേർഡ് ക്ലാസസിന്റെ ഒക്കെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല സ്പെഷ്യൽ മെഷേഴ്സും എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് വുമൺ എടുക്കുവാണെങ്കിലും ഇന്ത്യൻ സൊസൈറ്റിയിൽ എന്താണ് അവിടെ ഒരു നിഗ്ലക്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ. നമുക്ക് നോക്കുവാണെങ്കിൽ അതായത് റെസ്പെക്റ്റീവ് ഓഫ് ഏത് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ വർക്കേഴ്സ് എടുക്കുന്ന സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. സോ എന്താണ് അപ്പൊ ഈ ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെ എന്താണ് ആ ഒരു സമയത്തും സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതിനെ റിഫ്ലക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ മേലിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും. ഇനി ഹെൽത്ത് സർവീസസ് എടുക്കുവാണെങ്കിലും മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളോണിയൽ റൂളേഴ്സ് ഒത്തിരി എഫേർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 1664 ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ സെർവൻസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസ് ഓപ്പൺ ചെയ്തു. ആൻഡ് ബൈ ദ എൻഡ് ഓഫ് ദ 18th സെഞ്ചുറി നോക്കുവാണെങ്കിൽ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് കൽക്കട്ടയിൽ ഹോസ്പിറ്റൽസ് ഓപ്പൺ ചെയ്തു. ആൻഡ് ഒരു 1800 ഇയേഴ്സ് നോക്കുവാണെങ്കിൽ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ബോംബെയിലും അതേപോലെ തന്നെ മദ്രാസിലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്തു, ഒരു ഡസൻ ഓഫ് ഹോസ്പിറ്റൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ സോഷ്യൽ വർക്ക് കണക്ട് ചെയ്ത് പറയുവാണെങ്കിൽ നമുക്കറിയാം ഇപ്പൊ സോഷ്യൽ വർക്കേഴ്സ് നോക്കുമ്പോഴത്തേക്കും പ്രിവെന്റീവ് ആയിട്ടും പ്രൊമോട്ടീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസുകൾ, അതായത് നീഡി ആയിട്ടുള്ള ഡിസേർവിംഗ് ആയിട്ടുള്ള പോപ്പുലേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സോഷ്യൽ വർക്ക് പ്രൊഫഷണൽസ് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ആ ഒരു കാലഘട്ടത്തിലും ഇതൊക്കെ ഈ ഒരു ശ്രമം ഉണ്ടായിരുന്നുവെന്ന് കാണിക്കുന്നതിനുള്ള എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഇനി കൊളോണിയൽ പീരീഡിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൽക്കട്ടയിലാണ് ഇൻ 1835. അത് കഴിഞ്ഞിട്ട് ബോംബെയിലും മദ്രാസിലും ഒക്കെ പുറകെ മെഡിക്കൽ കോളേജസും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇനി ഇന്ത്യയിൽ ബോർ കമ്മിറ്റി 1945 സ്റ്റാർട്ട് ചെയ്ത് ഒരു ഹെൽത്ത് സർവേയും അതേപോലെ തന്നെ എൻറ്റയർ മെഡിക്കൽ ഫീൽഡിലെ ഡെവലപ്മെന്റിനെ നോക്കിക്കാണാനും ഒക്കെ എന്ത് ചെയ്തു, ഇന്ത്യയിലെ ബോർ കമ്മിറ്റി 1945 സ്റ്റാർട്ട് ചെയ്തു.
ആൻഡ് ഈ ഒരു കമ്മിറ്റി ആണ് റെക്കമെൻഡ് ചെയ്തത് ഒരു ഹോസ്പിറ്റൽ എന്നുണ്ടായിരിക്കണം, ഒരു ഹോസ്പിറ്റൽ സോഷ്യൽ വർക്കർ വേണം എന്നുള്ള ആ ഒരു ഐഡിയ കൊണ്ടുവന്നത് ബോർ കമ്മിറ്റി ആയിരുന്നു. ആൻഡ് ഇൻ 1946 JJ ഹോസ്പിറ്റൽ ബോംബെയില് ഫസ്റ്റ് ട്രെയിൻഡ് സോഷ്യൽ വർക്കറിനെ എന്ത് ചെയ്തു, അപ്പോയിന്റ് ചെയ്തു. അതേപോലെ തന്നെ മെഡിക്കൽ സോഷ്യൽ വർക്കർ കോഴ്സുകൾ എവിടെ സ്റ്റാർട്ട് ചെയ്തു, 1946 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് വിത്ത് ഏബിൾ ഡയറക്ഷൻ ഓഫ് GR ബനർജിയുടെ ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്തു, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ മെഡിക്കൽ സോഷ്യൽ വർക്ക് കോഴ്സുകൾ 1946 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ആൻഡ് കമ്മിങ് ടു ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ, ലേബർ വെൽഫെയർ, അതായത് 19th സെഞ്ചുറി നോക്കുവാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th സെഞ്ചുറിയിൽ ഇന്ത്യയിൽ ഒത്തിരി അതായത് മോഡേൺ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്തു, പതിയെ ഇങ്ങനെ വളരാൻ വേണ്ടി തുടങ്ങി. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരുന്നു പ്ലാന്റ് ഇൻഡസ്ട്രീസും മെഷീൻ ഇൻഡസ്ട്രീസും എല്ലാം. ഓക്കെ. സോ ഇങ്ങനെ ഇൻഡസ്ട്രീസ് കൂടിയത് വഴി എന്താണ്, ആളുകൾക്കുള്ള എംപ്ലോയ്മെന്റ് ചാൻസ് കൂടി. അതുപോലെ തന്നെ സിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഗ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ബട്ട് ബിക്കോസ് ഓഫ് വൈഡ് സ്പ്രെഡ് റൂറൽ പോവേർട്ടി പീപ്പിൾ വെർ ഡ്രിവൺ ടു ദി സിറ്റീസ് ടു സീക്ക് എംപ്ലോയ്മെന്റ്. നമുക്കറിയാം റൂറൽ പോവേർട്ടി വൈഡ് സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം പതിയെ എങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി തുടങ്ങി, സിറ്റീസിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്, എംപ്ലോയ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിറ്റീസിലേക്ക് പതിയെ പോകാൻ വേണ്ടി തുടങ്ങി. കാരണം എന്താന്ന് വെച്ചാൽ ഈ ലേബറേഴ്സിന്റെ ഒക്കെ ലിവിങ് കണ്ടീഷൻസും വർക്കിംഗ് കണ്ടീഷൻസും ഒക്കെ ഭയങ്കര മിസറബിളും ഹൊറബിളും ആയിരുന്നു ആ ഒരു ടൈമില്. ആൻഡ് ആ ഒരു സമയത്ത് നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് ഒത്തിരി ലേബർ ലെജിസ്ലേഷൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മെയിൻ ചെയ്തത് എംപ്ലോയ്മെന്റിന്റെ റെഗുലേഷന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു ലേബറിന്റെ ഒരു വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ വർക്കിംഗ് എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേബർ ലോ അല്ല കൊണ്ടുവന്നത് ഗവൺമെന്റ്. പകരം എംപ്ലോയ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സീരീസ് ഓഫ് ലേബർ ലോ തന്നെ ആര് പാസ് ചെയ്തു, ഗവൺമെന്റ് പാസ് ചെയ്തു. ഓക്കെ. സോ അടുത്ത ഇനിഷ്യേറ്റീവ്സ് ടുവേർഡ്സ് സോഷ്യൽ വെൽഫെയറിൽ വരുമ്പോഴത്തേക്കും സെക്കൻഡ് ആൻഡ് തേർഡ് ഡീക്കേഡ്സ് ഓഫ് 20th സെഞ്ചുറിയിൽ ഒരു സീരീസ് ഓഫ് ലോ തന്നെ കൊണ്ടുവന്നത്. എന്തിനാന്ന് വെച്ചാൽ അതായത് പല പ്രോബ്ലംസ്, അതായത് 17 സോഷ്യൽ പ്രോബ്ലംസിന് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഇനിഷ്യേറ്റഡ് ആയിട്ടുള്ള കൊളോണിയൽ സ്റ്റേറ്റ് ഇനിഷ്യേറ്റഡ് ആയിട്ടുള്ള പല പ്രോഗ്രാംസും കൊണ്ടുവന്നു. സോ അതിൽ മെയിൻ ആയിട്ട് അവർ എടുത്ത് പറഞ്ഞിരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബെഗറി, ക്രൈം, ജുവനൈൽ ഡെലിക്കൻസി, ഇതൊക്കെയാണ് നമുക്ക് പ്രോബ്ലം ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ. അതായത് കൽക്കട്ട, ബോംബെ, മദ്രാസ് പോലെയുള്ള സിറ്റികളിലായിരുന്നു ഈ ഒരു കൊളോണിയൽ സ്റ്റേറ്റ് ഇനിഷ്യേറ്റഡ് പ്രോഗ്രാംസ് അവർ കൊണ്ടുവന്നിരുന്നത്. അതേപോലെ തന്നെ മദ്രാസ് ആയിരുന്നു ആദ്യ പ്രൊവിഷൻ, അതായത് ചിൽഡ്രൻ ആക്ട് 1920 പാസ് ചെയ്യുന്ന ആദ്യത്തെ പ്രൊവിഷൻസ് അവർ മദ്രാസ് ആയിരുന്നു. ആൻഡ് അത് അവരെ ഫോളോ ചെയ്തതുകൊണ്ട് തന്നെ ബംഗാളും ബോംബെ എന്ത് ചെയ്തു, ചിൽഡ്രൻ ആക്ട് പാസ് ചെയ്തു. ഓക്കെ. ആൻഡ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഇമ്മോറൽ ട്രാഫിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇമ്മോറൽ ട്രാഫിക്കിന്റെ സപ്രഷന് വേണ്ടിയിട്ട് ബോംബെ, ബംഗാൾ, ബീഹാർ പോലുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്തു, കുറെ അറ്റംപ്റ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം സതി പോലുള്ള സോഷ്യൽ ഇവൽസ് അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും പല സോഷ്യൽ റിഫോർമേഷൻസും അതിൽ സോഷ്യൽ ലെജിസ്ലേഷൻസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 1829 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അബോളിഷൻ ഓഫ് സ്ലേവറി നടന്നു 1843. അബോളിഷൻ ഓഫ് ഫീമെയിൽ ഇൻഫാന്റിസൈഡും ഹ്യൂമൻ സാക്രിഫൈസും 1802 നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വിഡോ റീമാരേജ് കൊണ്ടുവന്നത്, വിഡോ റീമാരേജ് ആക്ട് കൊണ്ടുവന്നിരുന്നതായിരുന്നു 1856. ആ ഒരു സമയത്തായിരുന്നു ഈ ഒരു ആക്ട് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് 19th സെഞ്ചുറിയിലെ ക്രിസ്ത്യൻ മിഷനറീസ് സോഷ്യൽ വർക്കിനെ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ ലാർഡ് ക്വാർട്ടർ ഓഫ് ദ സെഞ്ചുറിയിൽ ഓർഫൻസിന് വേണ്ടിയിട്ടും വിഡോസിന് വേണ്ടിയിട്ടും അതേപോലെ ഒരു ഫെമൈൻ സ്ട്രിക്കൻ ഡെസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ടും ഒക്കെ ഒരു കൂട്ടം വെൽഫെയർ സർവീസുകൾ തന്നെ പ്രൊവൈഡ് ചെയ്തു ബൈ ലൈക് ഓർഗനൈസേഷൻസ് ലൈക് ആര്യ സമാജ്, പ്രാർത്ഥന സമാജ് ആൻഡ് രാമകൃഷ്ണ മിഷൻ. ഇതൊക്കെ എന്ത് ചെയ്തു, പല വെറൈറ്റീസ് ഓഫ് വെൽഫെയർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ. ആൻഡ് ബൈ ദ 20th സെഞ്ചുറി പല റിലീജിയൻ കാസ്റ്റ് അസോസിയേഷൻസും എന്ത് ചെയ്തു, ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ വെൽഫെയർ സർവീസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മെയിൻ ആയിട്ടും പറയേണ്ട ഒരു കാര്യമാണ്. സർ ദൊറാബ്ജി ടാറ്റ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു ബൈ ക്രിസ്ത്യൻ മിഷനറീസ്. അത് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ 1936 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഇന്ത്യയിൽ പുതിയ സോഷ്യൽ അവയർനെസ് കൊണ്ടുവരാനും അതേപോലെ തന്നെ പുതിയ സോഷ്യൽ ആക്ഷൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഈ ഒരു സർ ദൊറാബ്ജി ടാറ്റ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ യൂണിറ്റ് 1 വരുന്ന കോണ്ടന്റ്സ്. യൂണിറ്റ് 1 പാർട്ട് 1 ഇനി ഇതിന്റെ ഒരു പാർട്ട് 2 ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.